പോട്ടെ. എന്താണിപ്പ കാര്യം? പുതിയ നാടകം ബുക്കിംഗ്. ഇവനിപ്പൊ കടലിലും വെള്ളത്തിലും നല്ലല്ല കണ്ണ്. ഇവൻ വലിയ കലാകാരനായി പോയില്ലേ? നിന്റെ കളിയാന്നായിരുന്നു കേട്ടാ. വിടണ്ട, നിന്റെ ശീലത്തിനണങ്ങളുണ്ട്. കൊല്ലൂരിലെ നാടകം ഏറ്റത് അപ്പനോട് ചോദിച്ചിട്ടാണാ? അല്ല, ഏറ്റതല്ലേ മോളെ, ആരേറ്റുന്നുള്ളതല്ല, അത് മുടക്കാപ്പാടുണ്ട. അവനില്ലാണ്ട് നാടകം കളിച്ചു പറഞ്ഞപ്പോ കയറിക്കൊണ്ട വാശിയാ. അതാ ഒപ്പത്തിനൊപ്പം ഉടനെ നാടകമേറ്റത്. അവന് തന്നെ മുന്നിൽ നിന്ന് കളിക്കണമല്ല, കളിക്കട്ടെ. ആശാനെ, കളിയേറ്റവരം കാണണമെന്ന് പറഞ്ഞു കേട്ടാ. രണ്ടു മൂന്ന് റിഹേഴ്സലോട് നോക്കണം. പെരുന്നാക്കൂട്ടല്ല, എനിക്കൊന്നുകൂടെ ശരിയാകാനുണ്ട്. 2 ദിവസം കടലിൽ പോകണ്ടെന്ന് വെച്ചാലാ? ഇന്നിനി പറ്റുവാ? ഇന്ന് വേണ്ട, നോക്കാം. നീ ഇപ്പൊ പോ. എന്നാ ഞാൻ പോട്ടാ. കൊല്ലൂരിലെ നാടകത്തില് ആരാപ്പ ഹീറോ? ചാർലിയോ ആൻഡോയോ? ചാർലി ആ നാടകമേറ്റ സ്ഥിതിക്ക് അവൻ വേണ്ട, ആൻഡോ മതിന്ന് പറയാൻ പറ്റുവാ. അവന് കളിക്കാൻ വേണ്ടിയാണല്ലോ പണം ഇറക്കിയിരിക്കണം. എങ്കി പിന്നെ അപ്പനങ്ങ് തുറന്നു പറഞ്ഞൂടെ ഇനി ആൻഡോയെ വേണ്ടാന്ന്? അവന്റെ ഉത്സാഹം കാണുമ്പോ എങ്ങനാ മോളെ മുഖത്ത് നോക്കി പറയണത്? പറയാൻ വൈകിക്കണതാ അതിലും വലിയ ചതി. ഞമ്മൾ പണി നോക്കാൻ പറഞ്ഞപ്പോ അയാളെ കിടന്ന് ചിരിക്കണ. എന്താണ് കടപ്പുറത്ത് കിടന്ന് കുനികുത്തണത്? വിശേഷമുണ്ട്, നീ അറിഞ്ഞ? പറയാണ്ട് എങ്ങനെ അറിയാനാണ്? ഞങ്ങ പുതിയ നാടകറ്റ്. എവിടെയാണ്? കൊല്ലൂര്, തൃശ്ശൂർ അടുത്തങ്ങാണ്ടാണ്. മന്ത്രി പറഞ്ഞിട്ടെന്ന്. എന്റെ അമ്മു, മന്ത്രിന്റെ കൂടെ ആ വഴിക്കൊന്ന് പോകുക. ചിലപ്പോ പോയെന്നും വരും. അതൊക്കെ ഒരു യോഗമാണ്. മന്ത്രിയുടെ മുന്നിൽ നാടകം കളിക്കണതും പട്ടുമ്പളയും വാങ്ങണതും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പാവത്തുങ്ങളെ മറക്കല്ലേ കേട്ടാ. ദേ, 4 ആളിന്റെ വെട്ടത്തിൽ പോകാൻ